Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിലാസിനി, മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഇനി നമുക്ക് ഓരോ ടീമിനെയും പരിചയപ്പെടാം. ടീം എ. എൻ്റെ പേര് പൂജ. എൻ്റെ പേര് അനുരഞ്ജന. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയിൽ നിന്ന് വരുന്നു. ടീം ബി. എൻ്റെ പേര് അനുവിന്ദ് സഞ്ജീവൻ. എൻ്റെ പേര് ജോൺ ജസ്റ്റിൻ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ പരിയാരത്ത് നിന്ന് വരുന്നു. ടീം സി. എൻ്റെ പേര് ഫസ്ന. എൻ്റെ പേര് ആൽഫിയ മനോജ്. GHSS ഉളിക്കൽ സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എൻ്റെ പേര് ഫാത്തിമ. എൻ്റെ പേര് അമാന ഷെറിൻ. ഞങ്ങൾ രണ്ടുപേരും GHSS സ്റ്റാലയിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് ഫ്ലവർ മരിയ സാബു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞങ്ങൾ രണ്ടുപേരും സെന്റ് ജോസഫ് HSS പേരാവൂരിൽ നിന്ന് വരുന്നു. രണ്ടാം റൗണ്ട് തുടങ്ങുകയാണ്. ഇതിലെ ചോദ്യങ്ങൾക്ക് 2 മാർക്കായിരിക്കും. ചോദ്യത്തിന് 2 അല്ലെങ്കിൽ 3 വാക്യത്തിൽ ഉത്തരം പറയാൻ ശ്രമിക്കണം. ഒരു ടീമിന് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ആ ചോദ്യം രണ്ടാമത്തെ ടീമിന് കൈമാറുന്നതാണ്. അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അവർക്ക് 1 മാർക്ക് കിട്ടും. ഒന്നാമത്തെ ചോദ്യം ടീം എക്ക്. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരെ. ഞാൻ അങ്ങനെയായിരുന്നു. തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോൾ വയലും വീടും. ഇത് ചാക്കുണ്ണിയുടെ വാക്കുകളാണ്. സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുമ്പോഴും വീട്ടമ്മമാരും നിർമ്മാണ തൊഴിലാളികളുമൊക്കെയായ സാധാരണ മനുഷ്യരുടെ ഇഷ്ടമാധ്യമമായി ഈ റേഡിയോ മാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാക്യം അല്ലെങ്കിൽ ആ കഥാകാരൻ ശ്രമിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് റേഡിയോ സാധാരണക്കാരൻ്റെ ഇഷ്ടമാധ്യമമായി മാറുന്നത്? ഒന്നുകൂടി അതിൻ്റെ സൂചന നമ്മുടെ വാക്യത്തിൽ തന്നെയുണ്ട്, നോക്കുക. ഇഷ്ടമാധ്യമമായി മാറുന്നതിനുള്ള കാരണങ്ങൾ ആ വാക്യത്തിൽ തന്നെയുണ്ട്. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരെ. ഞാൻ എങ്ങനെയായിരുന്നു. തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോൾ വയലും വീടും. എന്തൊക്കെ കാരണങ്ങളാലാണ് സാമാന്യ ജനത്തിന്റെ ഇഷ്ടമാധ്യമമായി റേഡിയോ മാറിയത്? പണിയെടുക്കുന്ന സമയങ്ങളിൽ പാട്ടും നാടകവും മറ്റ് ശബ്ദരേഖകളും കേൾക്കുമ്പോൾ നമുക്കത് രസകരമായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോലിക്കിടയിലുള്ള ആ ഒരു വിവശതയെല്ലാം മാറാൻ വേണ്ടിയിട്ടും നമുക്ക് റേഡിയോ കേൾക്കുന്നതിലൂടെ സാധിക്കുന്നു. വേറെ എന്തെങ്കിലും സൗകര്യം റേഡിയോ കൊണ്ട് ഉണ്ടോ മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച്? ശബ്ദരൂപത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് പണിയെടുക്കുന്നതിനിടയിൽ നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അതെ, ശബ്ദമാണ് എന്ത് ജോലി ചെയ്യുമ്പോഴും. വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴായാലും സാധാരണക്കാരന് നിർമ്മാണ തൊഴിലാളികൾക്ക് ഒക്കെ എന്ത് ജോലി ചെയ്യുമ്പോഴും ആകാശവാണിയുടെ റേഡിയോ പരിപാടികൾ കേൾക്കാനാവും അല്ലേ? അതിനാണെങ്കിലോ പ്രത്യേകം സമയം നീക്കി വെക്കേണ്ടതില്ല. മാത്രമല്ല വേണ്ടി വരുന്ന ചെലവും ചെറുതാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് മാധ്യമങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ചിലവോളം റേഡിയോ കേൾക്കുന്നതിന് ചിലവും വരുന്നില്ല. അതുകൊണ്ടുകൂടി തന്നെയാണ് സാധാരണ ജനങ്ങളുടെ ഒരു ഇഷ്ടമാധ്യമമായി റേഡിയോ ഇന്നും നിലനിൽക്കുന്നത്. ടീം എക്ക് 2 മാർക്ക്.
അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ഇത് പറഞ്ഞത് ജെഫേഴ്സൺ ആണ്. പത്രനീതി എന്ന പാഠത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ജെഫേഴ്സന്റെ ഈ അഭിപ്രായത്തിന്റെ സാരം എന്ത്? വാക്യം ഒന്നുകൂടി വായിക്കുന്നു. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ജെഫേഴ്സന്റെ ഈ അഭിപ്രായത്തിന്റെ സാരം എന്ത്? വിശദീകരണം പാഠഭാഗത്ത് ഇതിന്റെ തൊട്ടു താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഭരണത്തെക്കാൾ തൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് പത്രമാണ്. ജെഫേഴ്സൺ തൻ്റെ ജീവിതത്തെ മുൻനിർത്തി ആയിരിക്കുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ കാലത്ത് പത്രങ്ങൾക്ക് വളരെ പ്രസക്തിയായിരുന്നു. ആ സമയം പ്രസക്തമായ ഒരു മാധ്യമമാണ് പത്രം. എന്നിരുന്നാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമല്ല. അതുകൊണ്ട് ചോദ്യം ടീം സിക്ക് കൈമാറുന്നു. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ജെഫേഴ്സൺ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തിന്റെ സാരം എന്താണ്? രാഷ്ട്രം പത്രത്തിന് 4ാമത്തെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ തോമസ് ജെഫേഴ്സൻ്റെ ഈ വാക്കുകളിലൂടെ തോമസ് ജെഫേഴ്സൺ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പത്രങ്ങളെ യഥാർത്ഥത്തിൽ എല്ലാ പത്രങ്ങളെയും പ്രശംസിച്ചതല്ല, പ്രശംസിക്കുന്നത് പോലെ പറഞ്ഞെങ്കിലും പ്രശംസിക്കപ്പെടേണ്ട പത്രങ്ങളെ യഥാർത്ഥത്തിൽ പ്രശംസിച്ചതാണ്. അതേപോലെ തന്നെ പത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. പത്രത്തെ വിമർശിക്കുകയല്ല, എങ്കിലും പത്രം ഭരണകൂടത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഭരണകൂടത്തെ വിമർശിക്കുന്നതും അതേപോലെ തന്നെ ഭരണകൂടത്തെ പറ്റി പത്രങ്ങൾ പറയുന്നത് എല്ലാം ശരിയായിരിക്കണമെന്നില്ല. അങ്ങനെയും കൂടി ജെഫേഴ്സൺ അതിൽ ഉദ്ദേശിക്കുന്നു. ജെഫേഴ്സൺ ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പത്രത്തെ പ്രശംസിക്കുന്നത് പോലെയാണ് കേൾക്കുന്നത് നമ്മൾക്ക് തോന്നുക. ഈ അഭിപ്രായം കേട്ടാൽ നമ്മൾക്ക് അങ്ങനെയാണ് തോന്നുക. പക്ഷേ പത്രത്തെ പ്രശംസിച്ചതല്ല, പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ എങ്ങനെയാണോ അതിനെ നിർവചിച്ചതാണ്. അതുകൊണ്ട് ഇതൊരു പ്രശംസയല്ല, സ്തുതിയല്ല, താക്കീതാണ്. എന്തിനുള്ള താക്കീത്? ഒരു പത്രം എങ്ങനെയാവണം എന്നത്. അരാജകമായ ഒരു അവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ഈ അഭിപ്രായത്തിന്റെ സാരം. പാസ് ചെയ്ത ചോദ്യത്തിന്റെ ഉത്തരമായതുകൊണ്ട് ടീം സിക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു. അയാൾ റേഡിയോ വാങ്ങിക്കാൻ പണം സമ്പാദിച്ചത് എങ്ങനെയായിരുന്നു? വളരെയധികം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ആയിരുന്നു ചാക്കുണ്ണിയുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേങ്കിലും ചാക്കുണ്ണിയുടെ റേഡിയോ വാങ്ങണമെന്ന ആഗ്രഹം കാരണം ചാക്കുണ്ണി കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചു. കൂടുതൽ സമയം തയ്യൽ ജോലി ചെയ്യുകയും അതേപോലെ തന്നെ എല്ലാ വർഷവും മലയാറ്റൂർ പോയിക്കൊണ്ടിരുന്നത് ആ വർഷം മുടക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കാലിന് ആണിയുടെ അസുഖം ഉണ്ടായിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റാതെ അത് തന്നെ ഉപയോഗിച്ചു. കാശ് കൂട്ടി വെച്ച് ആ റേഡിയോ വാങ്ങാൻ വേണ്ടി നല്ലോണം പരിശ്രമിച്ചു. അതേപോലെ തന്നെ തന്റെ തയ്യൽ ജോലിയിലും ഒരുപാട് സമയം വർദ്ധിപ്പിച്ച് കഷ്ടപ്പെട്ടാണ് ആ റേഡിയോ വാങ്ങിയത്. ഉത്തരം വ്യക്തമാണ്. ചാക്കുണ്ണി എന്ന കഥാപാത്രം ഒരു റേഡിയോ വാങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ട പലതും മാറ്റിവെച്ചു. നമ്മൾക്കും ചില സമയങ്ങളിൽ ഇഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ ചിലതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. മാറ്റിവെച്ചാലും അത് നേടിയെടുക്കാൻ നമുക്കാവും എന്ന പ്രതീക്ഷയും വേണം. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോട്. മറ്റു സന്യാസിമാർക്ക് മാതൃകയാണ് ശ്രീനാരായണ ഗുരു എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മറ്റു സന്യാസിമാർക്ക് മാതൃകയാണ് ശ്രീനാരായണ ഗുരു എന്ന് അദ്ദേഹം എന്തൊക്കെ കാരണങ്ങളാലാണ് വിശദീകരിക്കുന്നത്? ഭാരതത്തിലെ മറ്റു സന്യാസിമാർക്കെല്ലാം ഒരു മാതൃകയാണ് കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു. എന്തൊക്കെ കാരണങ്ങളാലാണ് ലേഖകൻ അങ്ങനെ പറയുന്നത്? മറ്റു സന്യാസിമാർ സ്വന്തം മോക്ഷത്തിന് വേണ്ടിയിട്ട് ആശ്രമത്തിൽ ഇരിക്കുന്നതെങ്കിലും ശ്രീനാരായണ ഗുരു ജനങ്ങളുടെ മോക്ഷത്തിന് വേണ്ടിയാണ് പ്രയത്നിച്ചത്. ഇനിയും മറ്റു സന്യാസിമാർ സ്വന്തം മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ജനങ്ങളുടെ മുഴുവൻ മോക്ഷത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ ജാതിയെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ ശ്രീനാരായണ ഗുരു എല്ലാവർക്കും വേണ്ടിയാണ്, ജനങ്ങൾ എന്ന ഒരു പക്ഷത്തിന് വേണ്ടിയാണ് പറയുന്നത്.
മനുഷ്യൻ എന്ന ജാതിയെക്കുറിച്ചാണ് ശ്രീനാരായണ ഗുരു സംസാരിച്ചത്. എന്നുവെച്ചാൽ സ്വന്തം മോക്ഷമല്ല, മനുഷ്യകുലത്തിന്റെ ആകെ മോക്ഷമാണ് ശ്രീനാരായണ ഗുരു ലക്ഷ്യമാക്കുന്നത്. സ്വമോക്ഷത്തിനായല്ല, സമൂഹത്തിലെ സാധാരണക്കാരുടെ മോക്ഷത്തിനാണ് പ്രയത്നിച്ചത് എന്നു മാത്രമല്ല, ജ്ഞാനസിദ്ധിയെയും കർമ്മസിദ്ധിയെയും സമന്വയിപ്പിച്ചു. അതുകൊണ്ട് കൂടിയാണ് മറ്റു സന്യാസിമാർക്ക് ശ്രീനാരായണ ഗുരു ഒരു മാതൃകയാവുന്നത്. ടീം ഡിക്ക് 2 മാർക്ക്. ടീം ഇയോടാണ് അടുത്ത ചോദ്യം. ചുറ്റുപാടും നിരവധി ആളുകളുണ്ടായിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരേകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പണയം എന്ന കഥയിലെ ചാക്കുണ്ണിയെക്കുറിച്ചാണ്. ചുറ്റുപാടും നിരവധി ആളുകളുണ്ടായിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരേകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു. ഏകാന്തതയ്ക്ക് കാരണമെന്ത്? ചാക്കുണ്ണി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു റേഡിയോ വാങ്ങിയത്. സ്വന്തം മകന്റെ അസുഖം മൂലം അത് പണയം വെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചാക്കുണ്ണി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് റേഡിയോ ഉള്ള സമയത്തായിരുന്നു. അപ്പം റേഡിയോ ഇല്ലാത്ത ഒരു ഏകാന്തത ചാക്കുണ്ണിക്ക് അനുഭവപ്പെട്ടു. ശരിയാണ് ഉത്തരം. ചാക്കുണ്ണിക്ക് റേഡിയോ ഒരു കൂട്ടായിരുന്നു, ആശ്വാസമായിരുന്നു. ജോലിയുടെ കാഠിന്യത്തെ ലളിതമാക്കാൻ സഹായിക്കുന്ന ഒരു സന്തത സഹചാരിയായിരുന്നു ചാക്കുണ്ണിക്ക് റേഡിയോ. ആ കൂട്ട് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഏകാന്തതയിലേക്ക് വീണുപോയത്. ടീം ഇക്ക് 2 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അടുത്ത ചോദ്യം ഇയോട് തന്നെ. ശ്രീനാരായണ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരാവശ്യമാകുന്നു. ശ്രീനാരായണ ഗുരു എന്ന പാഠം തുടങ്ങുന്നത് ആ പാരഗ്രാഫിലാണ്. ഒന്നുകൂടി വാക്യം വായിക്കാം. ശ്രീനാരായണ സന്ദേശങ്ങളെ ദേശകാലോചിതമായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഒരാവശ്യമാകുന്നു. ആവശ്യകതയുടെ കാരണങ്ങൾ 2 വാക്യത്തിൽ അവതരിപ്പിക്കുക. ശ്രീനാരായണ ഗുരു മനുഷ്യൻ എന്ന ജാതിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പം ശ്രീനാരായണ ഗുരു ഒരു ഹിന്ദു മതസ്ഥനായ സന്യാസി ആയിരുന്നെങ്കിലും എല്ലാ മതത്തിലുള്ളവർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. മതം ഏതായാലും മനുഷ്യനൊന്ന് എന്നതിനാണ് അദ്ദേഹം പ്രസക്തി കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ കാലത്തിലും പ്രസക്തി അർഹിക്കുന്ന ഒന്നാണ്. മതത്തിന് പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യൻ എന്ന ജാതിക്ക് പ്രാധാന്യം. ഉത്തരം ശരിയാണ്. ദേശകാലങ്ങൾക്ക് അതീതമായി ഏത് കാലത്തും ഏത് ദേശത്തും ചർച്ച ചെയ്യേണ്ട സന്ദേശങ്ങളാണ്, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട വിഷയങ്ങളാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്നുകൊണ്ട് തന്നെയാണ് ഇന്നും അത്തരം സന്ദേശം, വചനങ്ങൾ പ്രസക്തമാകുന്നത്. ഇന്നത്തെ കാലവും ആ വചനങ്ങളെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ടീം ഇക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരുപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. ചാക്കുണ്ണിയുടെ ദയനീയമായ അവസ്ഥ കഥാന്ത്യത്തിൽ പ്രകടമാകുന്നത് എങ്ങനെ? വാക്യം ഒന്നുകൂടി വായിക്കാം. പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരുപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. കഥാവസാനത്തിലെ വാക്യമാണത് അല്ലേ? ചാക്കുണ്ണിയുടെ ദയനീയമായ അവസ്ഥ കഥാന്ത്യത്തിൽ പ്രകടമാവുന്നത് എങ്ങനെ? കഥാന്ത്യത്തിൽ ചാക്കുണ്ണിയുടെ ജീവിതാവസ്ഥയാണ് വ്യക്തമാവുന്നത്. ആണിയുടെ അസുഖം ഉണ്ടായിരുന്നിട്ട് പോലും ചാക്കുണ്ണി ചെരുപ്പ് മാറ്റി വാങ്ങിക്കാതെ ആ ചെരുപ്പ് തന്നെയായിരുന്നു ധരിച്ചിരുന്നത്. അവസാനത്തിൽ ചാക്കുണ്ണിയുടെ മകന്റെ അപ്രതീക്ഷിതമായ വേർപാട് ചാക്കുണ്ണിയെ വളരെയധികം തളർത്തി. അതുപോലെ തന്നെ ചാക്കുണ്ണിക്ക് മത്തായി മൂപ്പരുടെ അടുക്കൽ നിന്നും റേഡിയോ തിരിച്ചു വാങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഉത്തരം ശരിയാണ്. ചാക്കുണ്ണി ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കത്താണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് തിരിഞ്ഞു നോക്കാനാവുന്നില്ല. അതുകൂടി കൂട്ടിച്ചേർത്താൽ ഉത്തരം കുറെ കൂടി മികച്ചതാകും അല്ലെ? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ പ്രകടമാക്കാൻ ഈ വാക്യത്തിന് കഴിയുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞു പോകും എന്ന് പേടിച്ചത് കൊണ്ടുകൂടിയായിരിക്കണം അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നിട്ടുണ്ടാവുക. ടീം ഡിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിക്ക്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം
അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. സാമുവൽ ബട്ട്ലർ അഭിപ്രായപ്പെട്ടതാണിത്. ഈ പ്രസ്താവനയിൽ തെളിയുന്ന വിമർശനം, പത്രങ്ങൾക്കെതിരെയുള്ള വിമർശനം 2 സൂചനകളായി പറയണം. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. ഈ പ്രസ്താവനയിൽ തെളിയുന്ന വിമർശനം 2 സൂചനകളായി അവതരിപ്പിക്കുക. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പത്രത്തെ ഇങ്ങനെ വിമർശിച്ചത്? അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മതി. അതായത് പത്രങ്ങൾ ഇപ്പം സത്യമായ വാർത്ത പുറത്തിറക്കിയാലും അഥവാ ഇനി ഇല്ലാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ കള്ളമായ കാര്യങ്ങളാണ് പുറത്തിറക്കുന്നതെങ്കിലും അത് ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അതിലെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് സാമുവൽ ബട്ട്ലറും അതിൽ പറയുന്നത്. അവരെ അടിച്ചിറക്കുന്നത് ജനങ്ങളിൽ വിശ്വസിപ്പിക്കുക, ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവ് എന്നാണ് സാമുവൽ ബട്ട്ലർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പത്രത്തിന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണ് എന്നല്ല സാമുവൽ ബട്ട്ലർ പറയുന്നത്, ഒരു വിമർശനമാണത്. പത്രം എന്ത് ചെയ്യുന്നു? പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. അത് പത്രത്തിന് നേരെയുള്ള ഒരു വിമർശനമാണ്. പത്രത്തിന്റെ കഴിവായിട്ടല്ല സാമുവൽ ബട്ട്ലർ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരം കൃത്യമല്ല. എന്തുകൊണ്ടായിരിക്കും പത്രത്തെ സാമുവൽ ബട്ട്ലർ അങ്ങനെ വിമർശിച്ചത്? ജനങ്ങൾ പത്രത്തെ വിശ്വസിക്കാതെ പോകുന്നു എന്നൊരു പ്രവണത ഉണ്ട്. 1 നൂറ്റാണ്ട് മുമ്പ് അഭിപ്രായപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്തും പ്രസക്തമായ വിമർശനമാണത്. എന്തുകൊണ്ടാണ് പത്രത്തെ അങ്ങനെ വിമർശിച്ചത്? എന്തായിരിക്കാം അതിന്റെ കാരണം? കള്ളത്തരത്തെ സത്യമാക്കി മാറ്റി പറയുക എന്നത്. കള്ളത്തരത്തെ സത്യമാക്കി മാറ്റി പറയുക എന്നതല്ല. ചോദ്യം ടീം ബിക്ക് കൈമാറുന്നു. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് പറഞ്ഞത് സാമുവൽ ബട്ട്ലർ. ഈ പ്രസ്താവനയിൽ തെളിയുന്ന വിമർശനം എന്താണ്? എന്തുകൊണ്ടാണ് പത്രത്തെ ഇങ്ങനെ വിമർശിച്ചത്? അതിന് കാരണം? ആ കാലത്ത് എല്ലാവരും വിശ്വസിക്കുന്ന ഒന്നായിരുന്നു പത്രം. ആ പത്രത്തിൽ വ്യാജ വാർത്ത വരുമ്പോൾ അത് തന്നാൽ തന്നെ വിശ്വസിക്കപ്പെടുന്നു. ലോകം മുഴുവനുമുള്ള വാർത്ത തൻ്റെ മടിത്തട്ടിലേക്ക് വരുമ്പോൾ അത് വിശ്വസിക്കാനുള്ള പ്രയാസം. വാക്യം മുഴുവനാക്കുക. ഒരു 2 കാരണമെങ്കിലും നമ്മൾക്ക് പറയാൻ പറ്റും. എത്രയോ കാരണങ്ങൾ ഉണ്ടാവും. പ്രധാനമായും പാഠത്തിൽ അവതരിപ്പിച്ച 2 കാരണങ്ങൾ. പത്രപ്രവർത്തകർ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ കൂടെ കൂടി കള്ളത്തെ സത്യമായി ആക്കാൻ നോക്കുന്നു. സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും എന്ന് വിചാരിച്ച് പത്രങ്ങൾ അസത്യം എഴുതുകയും അവ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഒരു വാർത്ത തന്നെ പല പത്രങ്ങളും പല തരത്തിലാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പത്രം പറയുന്നത് വിശ്വസിക്കാൻ ജനങ്ങൾ മടിക്കുന്നു എന്നതാണ് ഈ വിമർശനത്തിന്റെ കാര്യം. കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. ശരിയാണോ എന്ന് ശങ്കിക്കാൻ. പത്രം പറയുന്നത് സത്യമാണ്, ഇത് മുഴുവനും ശരിയാണ് എന്ന് വിചാരിക്കാൻ മനുഷ്യന് കഴിയാത്ത അവസ്ഥയിലേക്ക് പത്രം പലപ്പോഴും വാർത്തകളെ അസത്യമായി പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വിമർശനം പത്രത്തിന് നേരെ സാമുവൽ ബട്ട്ലർ നടത്തിയത് എന്ന് കുറ്റിപ്പുഴ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ടീം സി പറഞ്ഞത് തന്നെയാണ് ടീം ബിയും പറഞ്ഞത്. വ്യക്തമായ ഉത്തരമല്ലാത്തതുകൊണ്ട് ടീം ബിക്കും മാർക്കില്ല. ടീം ബിയോട് അടുത്ത ചോദ്യം. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥൻ എന്നും ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കാം. ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന 2 വചനങ്ങൾ പറയുക. 2 ശ്രീനാരായണ വചനങ്ങൾ പറയുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശരിയാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനാണ് ശ്രീനാരായണ ഗുരു. അതിന് മറ്റു തെളിവുകളൊന്നും വേണ്ടതില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആ ജാതി മനുഷ്യജാതിയാണെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എക്ക്. പണയം എന്ന പാഠത്തിലെ ഒരു ചോദ്യമാണ്. ചാക്കുണ്ണിയെ, നീ ആയതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. സ്വർണ്ണല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയമെടുപ്പില്ല,
പണ്ടുമില്ല ഇപ്പോഴുമില്ല. എൻ്റെ അപ്പൻ അതില് കണിശാർന്നു. ചാക്കോരു മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടാർന്നതാ. ഒരച്ചു നോക്കാണ്ട് തന്നെ പറയും, ഇത്ര ചെമ്പ് ഇത്ര സ്വർണം. എനിക്കത് പറ്റില്ല, കല്ലുമ്മല് ഒരച്ചു നോക്കണം. ചാക്കോരു മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടാർന്നതാ എന്ന പ്രയോഗം നൽകുന്ന സവിശേഷാർത്ഥം എന്ത്? ചോദ്യം വ്യക്തമായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രയോഗം അതിലുണ്ട്. ചാക്കോരു മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടാർന്നതാ, അത് നൽകുന്ന സവിശേഷ അർത്ഥം എന്താണ്? ചെമ്പുമത്തായിയുടെ അച്ഛന് ഒരുപാട് വർഷത്തെ പരിചയസമ്പന്നമായിരുന്നു ആ ഒരു സ്വർണത്തിന്റെ കാര്യത്തിലുള്ളത്. സ്വർണം ഉരച്ചു നോക്കാതെ തന്നെ അതിൽ എത്ര ചെമ്പുണ്ട്, എത്ര സ്വർണം ഉണ്ടെന്ന് പറഞ്ഞു നോക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസം തന്നെയായിരുന്നു. സ്വർണം ചോരയിലുണ്ടായിരുന്നതാ എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രക്തം കൈമാറ്റം ചെയ്ത് കിട്ടിയത്, അല്ലെ നമ്മൾക്ക് നമ്മുടെ ഈ ആകൃതി, രൂപം, ഈ നമ്മുടെ രക്തം ഒക്കെ കൈമാറി കിട്ടിയത് എങ്ങനെയായിരിക്കും? ചെമ്പുമത്തായിക്കും എങ്ങനെയാണ് ഈ ഒരു സ്വർണം ഉരച്ചു നോക്കാണ്ട് തന്നെ അതിൻ്റെ മാറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവുക? അതിൻ്റെ ഒരു കാരണം കൂടി അവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. പൂർവികരായി പാരമ്പര്യമായി കിട്ടിയ ഒരു ആ വാക്യത്തെ ഒന്ന് വ്യക്തമായിട്ട് പറ. പാരമ്പര്യമായി കിട്ടിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതൊന്ന് വ്യക്തമായിട്ട് പറ. ചെമ്പുമത്തായിക്ക് പാരമ്പര്യമായി കിട്ടിയൊരു കഴിവ് കൂടിയാണ് ഈ ഒരു സ്വർണം ഉരച്ചു നോക്കാതെ അതിന്റെ പരിശുദ്ധി എത്രയാണെന്ന് പറയുക എന്നത്. ഉത്തരം ശരിയാണ്. ചെമ്പുമത്തായിയുടെ അച്ഛന്, ചെമ്പുമത്തായിക്കെന്ന് മാത്രമല്ല ചെമ്പുമത്തായിയുടെ അച്ഛനെ കുറിച്ചാണ് പരാമർശം. അതുകൊണ്ട് പറയുമ്പം മാറിപ്പോയതാണെന്ന് മനസ്സിലായി. ചെമ്പുമത്തായിയുടെ അച്ഛന് പാരമ്പര്യമായി തന്നെ കിട്ടിയ കഴിവാണ്, അവരുടെ കുടുംബപരമായ ഒരു രീതിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചോരയിൽ ഉണ്ടായിരുന്നതാണ് സ്വർണം ഉരച്ചു നോക്കാണ്ട് തന്നെ അതിന്റെ മാറ്റ് മനസ്സിലാക്കാൻ പറ്റുമെന്നത്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 പോയിന്റ്. രണ്ട് റൗണ്ട് പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും കിട്ടിയ മാർക്ക് നമുക്ക് പരിശോധിക്കാം. ആകെ മാർക്ക് നമുക്ക് നോക്കാം. ടീം എ 5, ടീം ബി 4, ടീം സി 5, ടീം ഡി 6, ടീം ഇ 6. റേഡിയോ ടീച്ചർ അടിസ്ഥാന പാഠാവലി പ്രശ്നോത്തരി 3-ാം ഭാഗം നാളെ ഇതേ സമയം. റേഡിയോ ടീച്ചർ അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്.